ഒരു ബൊട്ടീക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ എല്ലാം ഒരുമിച്ച് ക്ലബ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ആവണം. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ടേം യൂസ് ചെയ്യുന്നതിന് ഒരു ആധികാരികത ഇല്ലാത്ത പോലെ ആയിപ്പോവും. സോ ഇന്നത്തെ ഒരു ടൈമിൽ ഇപ്പോൾ ഫാഷൻ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഫാഷൻ ഡിസൈനിങ്ങിലുണ്ട്. ഇതിലും പ്രോപ്പറായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എന്താണ് സ്റ്റൈലിങ്, ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് യാതൊരു അറിവും ഇല്ലാത്തവരുണ്ട്, വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇത് ഏതൊരു ഫീൽഡിലെയും പോലെ തന്നെ ഇവിടെയും ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ആക്ച്വലി വേൾഡ് ഫാഷൻ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുള്ളൊരു സ്ഥലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് നമ്മുടെ ഒരു കൾച്ചർ എപ്പോഴും ലിമിറ്റേഷൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, കൂടുതലും ഇവിടെയുള്ള ആളുകളൊന്നും ഇംഗ്ലീഷ് കളേഴ്സോ അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് സട്ടിൽ ഷെയ്ഡ്സിനോടത്തൊന്നും അധികം കോൺഫിഡൻസോട് കൂടി യൂസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ കൂടുതലും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും കളേഴ്സും ഒക്കെ കൊണ്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് സംസ്കാരങ്ങളുണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് വീവിങ് ഉണ്ട് നമുക്കിവിടെ. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ പോച്ചമ്പള്ളി, ഇക്കത്ത് മെറ്റീരിയലൊക്കെ പോച്ചമ്പള്ളിയിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ ജയ്പൂർ, ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ കേരളത്തിനാണെങ്കിൽ നമ്മുടെ കൈത്തറി ഉണ്ട്. അതുപോലെ ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഉള്ള നെയ്ത്ത് ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. ഇന്ത്യയിൽ ശരിക്കും നമ്മുടെ കളേഴ്സ് ഭയങ്കര ഡാർക്ക് ഷെയ്ഡ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷെയ്ഡ്സ് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നതും. നമ്മുടെ ഒരു സ്കിൻ ടോണൊക്കെ വെച്ചിട്ട് കൂടുതൽ ആളുകളും അത് തന്നെയാണ് നമുക്ക് ചേരുക എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരിക്കുന്ന ആളുകളാണ്. അതുകൂടാതെ കുറച്ച് എന്തെങ്കിലും നമുക്കൊന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നത് വളരെ കുറച്ച് ആളുകളാണ്. പിന്നെ അതും എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ വെഡ്ഡിങ് ഒക്കെ വരികയാണെങ്കിൽ ഒരു സട്ടിൽ ഷെയ്ഡ്സ്, എർത്തി ഷെയ്ഡ്സോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഒരു ന്യൂഡ് ഷെയ്ഡ്സ് ഒന്നും അങ്ങനത്തെ ഷെയ്ഡ്സ് ഒന്നും ആരും പ്രിഫർ ചെയ്യുന്നില്ല. എല്ലാവരും ഡാർക്ക് ഷെയ്ഡ്സ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റുകൾ, അതിനകത്ത് വരുന്ന വർക്കുകൾ, അല്ലെങ്കിൽ സെയിം ഒരു പെല്ലറ്റിൽ തന്നെ എന്തെങ്കിലും കൂടുതൽ വർക്ക്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യാനൊന്നും ആരും അത്രയും ഡിമാൻഡ് ചെയ്യുന്നില്ല. അത് ആ ഒരു കളേഴ്സിനെ കുറിച്ചും അതിൻ്റെ ഒരു സെൻസ് കുറവായത് കൊണ്ട് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ചും കൂടി ഒരു പരീക്ഷണത്തിന് മുതിർന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഫാഷനെ ഇവിടേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള ഡിസൈനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നോർമലി ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിലും ഒക്കെ ദർ ഇസ് എ ലിമിറ്റ്. അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതിൽ കളേഴ്സ് ചൂസ് ചെയ്യുന്നതും കസ്റ്റമേഴ്സ് ആണെങ്കിലും അവരുടെ ഒരു പ്രിഫറൻസ് നോക്കി അതിനുള്ളിൽ നിന്ന് അവർ വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അവരുടെ സ്കിൻ ടോൺ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു സംഭവം അവർക്ക് ഓപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിലും ആ ഒരു കോൺഫിഡൻസിലേക്ക് അവരെ ഒരു കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന അവരുടെ വിശ്വാസങ്ങൾ, ഈ കളറേ അവർക്ക് ചേരുള്ളൂ, ഇത് മാത്രമേ എൻ്റെ സ്കിൻ ടോണിന് പോവുള്ളൂ, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ. ഇപ്പോൾ ഡെയിലി വെയറിൽ അവർ ചിലപ്പോൾ സെറ്റിലായിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തേക്കാം. ഒരു പാർട്ടിക്ക് പോകുമ്പോൾ എങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരു കളറിൽ വളരെ ലൈറ്റായിട്ട് ഒരു സിമ്പിളായിട്ടൊക്കെ വർക്ക് ചെയ്താൽ മതിയാവും. പക്ഷേ അതേത് പോർഷനിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊക്കെ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കുകയും അത്തരം കളേഴ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യണം.
ഇന്ത്യയിൽ കേരളത്തിന് മാത്രമായിട്ടൊരു സ്റ്റൈലുണ്ട്, അല്ലെങ്കിൽ കേരളത്തിന് മാത്രമായിട്ടൊരു ഫാഷൻ കൺസെപ്റ്റ് ഉണ്ട്. മറ്റൊരു സ്ഥലത്തെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. ഇവിടെ ആരും ഓവറായിട്ട് വർക്ക് യൂസ് ചെയ്യാറില്ല, ഭയങ്കര എന്നാൽ തീരെ മിനിമലായിട്ടും ചെയ്യാറില്ല. മറ്റ് സ്ഥലങ്ങളെക്കാളൊക്കെ ഒരു ക്ലാസ് ഉള്ള സ്ഥലമാണ്, ഡ്രസ്സ് ചെയ്യുന്നതിൽ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കളേഴ്സും വർക്ക്സും ഒക്കെ കൊണ്ട് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ അത്രയും ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല ആളുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫാഷൻ എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും വളരെയധികം നമുക്ക് നമ്മളുടേതായ ഒരു ട്രെൻഡും ഒരു കൾച്ചറും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കലിസ്റ്റ എന്ന് പറയുന്ന വേർഡ് ആക്ച്വലി ഗ്രീക്കിൽ നിന്ന് എടുത്തൊരു വേർഡാണ്. അതിൻ്റെ മീനിങ് ആണ് ഏറ്റവും മനോഹരമായത് എന്നുള്ളത്. അപ്പോൾ ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എനിക്കൊരു 8th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ പാഷൻ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ ഇതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. സോ അതിലേക്കുള്ളൊരു ജേർണി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അതിനകത്തേക്ക് കൊണ്ടുവരാനുള്ളത്, എന്തൊക്കെ ഉൾപ്പെടുത്തണം. ഫസ്റ്റ് ടൈം ഇതിനൊരു പേരൊന്നും ആയിരുന്നില്ല എങ്കിലും എന്താണ് കലിസ്റ്റ എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഡിറൈവ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഏതൊരു ഒക്കേഷനും വേണ്ടിയിട്ട് നമുക്ക് ഒരു സൊല്യൂഷൻ, അതാണ് കലിസ്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ ഉള്ളത് റെഡിമെയ്ഡ്സ് ഉണ്ട്, പിന്നെ കസ്റ്റമൈസിങ് ഉണ്ട്, ഡെയിലി വെയർ കൈൻഡ് ഓഫ് സ്റ്റഫ്സ് ഉണ്ട്, പാർട്ടി വെയർ ഉണ്ട്, ആൻഡ് ഈവൻ വെഡ്ഡിങ് അങ്ങനെയുള്ള എന്തെങ്കിലും ഫങ്ഷൻസ് വരുവാണെങ്കിൽ എന്തെങ്കിലും ഒരു അത്തരം സെറിമണീസിന് പറ്റുന്ന അറ്റേഴ്സ് നമ്മൾ കസ്റ്റമൈസിങ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് വർക്ക്സും, ലൈക്ക് ഹാൻഡ് വർക്ക് ആണെങ്കിലും മെഷീൻ എംബ്രോയ്ഡറി ആൻഡ് ഡൈയിങ്, ഇതിൻ്റെ എല്ലാം യൂണിറ്റ് നമ്മളുടെ തന്നെയാണ്. ഓൺ യൂണിറ്റിലാണ് ഇതിൻ്റെ എല്ലാം പ്രോസസ്സിങ് നടക്കുന്നത്. ആക്ച്വലി ഇതൊരു ടീം വർക്കാണ്. ടീമിനെ ഞാൻ ജസ്റ്റ് ലീഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടീമിൽ എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട്, എന്താ പറയുക, കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക, ഹാൻഡ് വർക്ക് ചെയ്യുക, മെഷീൻ എംബ്രോയ്ഡറി, ഡൈയിങ്, ഇതിൽ ആരെക്കാളും മുകളിലൊന്നുമല്ല. ബട്ട് അങ്ങനെ ഒരു ടീമായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ലൈക്ക് എല്ലാവരും അവരവരുടേതായ പാർട്ട് പെർഫെക്റ്റ് ആയിട്ട് ഭംഗിയായിട്ട് ചെയ്ത് നല്ലൊരു ജീവനുള്ള ഗാർമെൻറ്റ് പുറത്തേക്ക് ഇറക്കുക, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനൊരു പെർട്ടിക്കുലർ ആളുകൾക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും ഞങ്ങൾ ചെയ്യാറുണ്ട്. ഹിന്ദു ബ്രൈഡാണെങ്കിലും മുസ്ലിം ബ്രൈഡാണെങ്കിലും ക്രിസ്ത്യൻ ബ്രൈഡാണെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട്. മുസ്ലിം ബ്രൈഡ്സിനാണെങ്കിൽ കുറച്ച് ഗ്ലിറ്റേഴ്സൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവരാണ് ചിലർ, എല്ലാവരും അല്ല, ചിലർ. എന്നാലും ഒരു മോസ്റ്റ് ഓഫ് ദ ആളുകളും കുറച്ച് ഗ്ലിറ്റേഴ്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. ബട്ട് ക്രിസ്ത്യൻ ബ്രൈഡ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അപ്പോൾ അവർക്ക് ആവശ്യം കുറച്ചും കൂടി ഒരു സെൽഫ് കളേഴ്സും അല്ലെങ്കിൽ സെൽഫ് ഗ്ലിറ്റേഴ്സൊക്കെ, അത് മാത്രം മതി. ഒരു ഭയങ്കര
കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങളൊന്നും അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഹിന്ദു ബ്രൈഡ് ആണെങ്കിൽ കുറേ എത്നിക് ടൈപ്പ് ഓഫ് വർക്കുകളാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മളങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊന്നുമില്ല. എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്കും തൃപ്തികരമായ രീതിയിൽ കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്.